ഒരു കർത്തൃദാസൻ തൻ്റെ ജീവിത വേദനയ്ക്ക് നടുവിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. ഏകമകൻ, അല്പം പണം കടമെടുത്ത് സാമ്പത്തിക ദാരിദ്ര്യത്തിൻ്റെ കുപ്പക്കൂനയിൽ എത്തി നിൽക്കുന്ന, പരിശോധനയുടെ നെല്ലിപ്പലക ചവിട്ടി നിൽക്കുന്ന സമയം, അല്പം വരുമാന മാർഗത്തിന് മകനെ പ്രതീക്ഷയോടെ പഠിപ്പിച്ച് വളർത്തി ഒരു സ്ഥാനത്തെത്തിച്ചിരിക്കുമ്പോൾ വിദേശത്തേക്ക് വിട്ടു. ഗൾഫിൽ വിസിറ്റിംഗ് വിസയിൽ അല്പ ദിവസങ്ങൾ ചെന്ന് ജോലി അന്വേഷിപ്പാനാണ് എത്തിയത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകൻ തിരിച്ചു വരുന്നതിന് തൊട്ട് മുൻപ് തലേ രാത്രിയിൽ പപ്പായെ വിളിച്ചു പറഞ്ഞു, പപ്പ, പഠിച്ച പണി 18 പയറ്റി, ഇവിടെയെങ്കിലും ഒരു ജോലിക്ക് സാധ്യതയില്ല. പപ്പായുടെ പണം കാലിയാക്കി, പോക്കറ്റ് കാലിയാക്കിയാണ് ഞാനിവിടെ എത്തിയത്. എന്നാൽ മടങ്ങിപ്പോകുക മാത്രമേ വഴിയുള്ളൂ. മറുതലയ്ക്കൽ ഫോൺ എടുത്ത പിതാവ് വേദനയോടെ കരഞ്ഞുകൊണ്ട് അന്നത്തെ യോഗത്തിന് പോകുകയാണ്. ആ പിതാവും മാതാവും ഒരുമിച്ച് പ്രാർത്ഥിച്ച് യോഗത്തിനിറങ്ങി. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഴങ്ങിയ ഒരു ആലോചന ഏറ്റെടുത്ത് ആ ദൈവദാസൻ ഇരുന്ന ഇരിപ്പിൽ അദ്ദേഹവും ആ സഹോദരി ഇരുന്ന ഇരിപ്പിൽ അവരും നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ ദൂത് ഒരു തീജ്വാല പോലെ ഉയർന്ന രംഗം, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ സ്പർശിച്ച രംഗം ഓർമ്മയുണ്ട്. യോഗം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നിർത്താതെ ഫോണടിക്കുന്നു. മറുതലയ്ക്കൽ മകൻ പറയുകയാണ്, ഇന്ന സമയം എൻ്റെ മുറിയിലേക്ക് ഇന്ന കമ്പനിയുടെ മാനേജരെത്തി, അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് തന്നു. സമയം പരിശോധിച്ചപ്പോൾ യോഗത്തിലിരുന്ന് പ്രാർത്ഥിച്ച ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്ത സമയമാണ് ദൈവത്തിൻ്റെ കരം ചലിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, കേവലം കാഴ്ചക്കാരിയായിട്ടല്ല, കാഴ്ചക്കാരനായിട്ടല്ല, ദൈവകരം നിന്റെ വിഷയത്തെ തൊടേണ്ടതിന് ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി വൻക്രിയകൾ ചെയ്യുന്ന രാത്രിയാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക് വേഗം കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം പങ്കുവെച്ച് ഉപസംഹരിപ്പാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യവും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത് വാക്യവും വായിച്ചുകൊണ്ട് ദൈവാത്മാവ് നൽകിയ ഒരു നിയോഗം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 5-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത് വാക്യം. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതി എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. കൊലോസ്യ ലേഖനം 2:14 കൂടെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുമായി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. നമുക്ക് തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കൃപ ലഭിച്ച ദൈവമക്കളും ആത്മനിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനവും ആത്മനിയോഗത്തോടെ ആ വലതുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെങ്കിലും ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി യോഗത്തിൽ ദൈവാത്മാവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടേണ്ടതിന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ നിയോഗമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുടെ പറയാം, നിങ്ങൾ അനാഥരല്ല. നമ്മുടെ പുറകിൽ ഒരു സൈന്യം നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് വേണം കരങ്ങളെന്ന് ഉയർത്തി പ്രാർത്ഥിക്കുവാൻ. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ പുറകിൽ ഒരു സൈന്യം ഇന്ന് രാത്രിയിൽ സജ്ജമാകുകയാണ്. നമ്മുടെ എതിരായി ഒരു വലിയ പോരാട്ടം ഇവിടെയുണ്ട്. വാഴ്ചകൾ നമുക്കെതിരാണ്, അന്ധകാര ലോകാധിപതികൾ നമുക്കെതിരാണ്, സ്വർലോക ദുഷ്ടാത്മ സേനകൾ നമുക്കെതിരാണ്, സിംഹാസനങ്ങൾ നമുക്കെതിരാണ്, കർത്തൃത്വങ്ങൾ നമുക്കെതിരാണ്. പാപം ചെയ്ത ദൂതന്മാർ അന്തിമ വിധിക്കായി അന്ധതമസിന്റെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്ന പൈശാചിക ഗണങ്ങൾ നമുക്കെതിരാണ്. എന്നാൽ നാം അനാഥരല്ല. സ്വർഗത്തിലെ കോടി ദൂതന്മാർ നമുക്ക് അനുകൂലമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നമുക്ക് അനുകൂലമാണ്. നിത്യ നിയമത്തിന്റെ വചനം നമുക്ക് അനുകൂലമാണ്. സകലർക്കും ന്യായാധിപതിയായ കർത്താവ് നമുക്ക് അനുകൂലമാണ്. ഈ രാത്രിയിൽ ചില ദൈവപ്രവർത്തികൾ ഇവിടെ നടക്കുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധ ദൈവമേ, ബലഹീനരും
അപ്രാപ്തരും അയോഗ്യരും മൺകീടങ്ങളുമായി ഞങ്ങൾ ഇന്ന് രാത്രി തിരുമുഖത്തേക്ക് നോക്കുന്നു. ജീവന്റെ വചനമായ ഈ അപ്പത്തെ അങ്ങയുടെ മുറിവേറ്റ കരങ്ങളിലെടുത്ത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ആത്മാവിൽ മുറിച്ചു വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവതി ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. വളരെ പ്രാർത്ഥനയോടെ, തികച്ചും ദൈവാശ്രയത്തോടെ, ദൈവസന്നിധാന ചിന്തയോടെ, ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവകോടതിയുടെ കൈയെഴുത്ത് എന്നതാണ് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്ന വിഷയം. ദൈവകോടതിയുടെ കൈയെഴുത്ത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന പ്രവചന ഭാഗങ്ങളുണ്ട്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ. എൻസൈക്ലോപീഡിയ ഓഫ് ബിബ്ലിക്കൽ പ്രൊഫസി എന്ന പ്രവചന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ ക്ലാരൻസ് ലാർക്കിൻ എഴുതിയ ഡിസ്പാൻസിയേഷണൽ ട്രൂത്ത് എന്ന വിശ്വപ്രസിദ്ധമായ പ്രവചന ഗ്രന്ഥത്തിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 1845 ഭാഗങ്ങൾ തികച്ചും പ്രാവചനികമാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഏതാണ്ട് 277 വേദഭാഗങ്ങൾ പൂർണ്ണമായി ലോകത്തിൻ്റെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മനുഷ്യ സമുദായത്തോട് സംസാരിക്കുന്ന ഒരു ഭവിഷ്യ ഗ്രന്ഥം, ഒരു ഭാവി ഗ്രന്ഥം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ദൈവമക്കൾക്ക് അവസരം കിട്ടിയത് ഭാഗ്യമാണെന്നോർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ പ്രവചനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, ലോകവ്യാപകമായ ആളുകൾ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ മതത്തിൻ്റെയും പുറകിൽ പ്രവചനത്തിൻ്റെ പേരിൽ ജനത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗങ്ങളുണ്ട്. എല്ലാ മതത്തിൻ്റെയും പുറകിലുണ്ട്. സ്തോത്രം. എന്നാൽ ഓർക്കുക, പ്രവചനങ്ങൾ മനുഷ്യർ സാധാരണഗതിയേക്കാൾ പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധം, യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന പടയാളികളുടെ ആത്മവീര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നോംസ്ട്രാംസ് എന്ന 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ സന്യാസിയുടെ പ്രവചനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന് അനുകൂലമായി വ്യാഖ്യാനിച്ച് തങ്ങളുടെ ഭാഷകളിൽ അത് യുദ്ധമേഖലയിൽ വിതരണം ചെയ്യുവാൻ മത്സരിച്ച രാജ്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രവചനങ്ങളോട് ജനത്തിൻ്റെ താല്പര്യവും അത് ഭയത്തോടെ കാണുന്ന രംഗവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ ചോരക്കുരുതി നടക്കുമെന്ന്, രാജീവ് ഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുമെന്ന്, ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് വീഴുമെന്ന്, രാജീവ് ഗാന്ധി ചിതറിത്തെറിക്കുമെന്ന്, മധ്യപൂർവ്വ പ്രദേശം ഒരു വലിയ കലാപഭൂമിയായി മാറുമെന്ന്, അത് എണ്ണക്കൊഴുപ്പിൽ കുതിച്ചുയരുമെന്ന്, അടുത്ത മഹായുദ്ധം വരുമ്പോൾ അത് ന്യൂക്ലിയർ ദുരന്തമായിരിക്കുമെന്ന് ഒക്കെ അദ്ദേഹത്തിൻ്റെ അത് പ്രവചിച്ചിട്ടുണ്ട് അദ്ദേഹമെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവചന ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്. അതാർക്കും എവിടെയും എങ്ങനെയും വ്യാഖ്യാനിക്കാം. കുറച്ച് കാവ്യശൈലികളാണ്, അതിന് കൃത്യത ഒട്ടുമില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന പ്രവചനം ഒരു താത്വികമായ പഠനത്തെക്കാൾ ഒരു വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അത് മറ്റാരുമല്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ആരാധ്യൻ ആരുമില്ല. അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. സ്തോത്രം. ഒരു പ്രവചനമായിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വായി വരുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല പ്രവചനം. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ, നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടുമെത്തയുടെ അവസ്ഥ നിന്ന് മാനിച്ചുയർത്തി യവൻ ഞാനല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞാൽ അത് പുകഴ്ത്തിപ്പറയലെന്നേ ഉള്ളൂ. അതൊന്നും പ്രവചനമല്ല. എന്നാൽ ഒരു പ്രവചനമായിരിക്കണമെങ്കിൽ ഒന്ന്, അത് നിറവേറുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചിരിക്കണം. രണ്ട്, പ്രഖ്യാപനത്തിനും നിറവേറലിനുമിടയിൽ വ്യക്തമായൊരു ഇടവേള വേണം. മൂന്ന്, പ്രഖ്യാപനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടായിരിക്കണം. കുട്ടി ആണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ടെന്നോ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് മട്ടി പ്രവചിക്കരുത്. പ്രവചനം വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് പ്രവചിക്കണം. ഇനിയും പ്രവചനം മാനുഷിക കാഴ്ചപ്പാടുകൾക്കും ധാരണകൾക്കും അതീതമായിരിക്കണം. ആ പ്രവചനം പ്രവചിക്കുന്ന
പ്രവചിക്കുന്ന വ്യക്തിക്കോ അനുബന്ധ കക്ഷികൾക്കോ പ്രവചന നിറവേറലിൽ കൈകടത്തലോ ഭാഗഭാഗിത്വമോ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ആ പ്രവചനം നിറവേറേണ്ട സമയം വരുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും കൃത്യമായി നിറവേറണം. അങ്ങനെ ചരിത്രത്തിൽ നിറവേറ്റപ്പെട്ട ഒരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുള്ളൂ. അതിരാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. അവനിലാണ് പ്രവചനങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ അങ്ങ് റാന്നി ജനിച്ചതും നമ്മളൊക്കെ ഇവിടെ പലയിടത്തും ജനിച്ചതും ഒന്നും ആരും പ്രവചിച്ചിട്ടൊന്നുമല്ല. നമ്മളൊക്കെ വന്ന കൂട്ടത്തിൽ അങ്ങ് വന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ജനിച്ചത് വന്ന കൂട്ടത്തിൽ വന്നതല്ല. പ്രവചിച്ചു 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 പ്രവാചകന്മാരുടെ പ്രവചനത്തിന് പ്രചോദനം നൽകിയ പ്രവാചകാത്മാവും പ്രചോദന ജീവനുമായി പ്രവചിച്ചതുപോലെ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. അതെ, വേദപുസ്തകത്തിലെ 31,173 വാക്യങ്ങളും വിരൽ ചൂണ്ടി നിൽക്കുന്ന ചരിത്രത്തിലെ ഏക പുണ്യപുരുഷൻ അത് ഞാൻ ഇന്ന് രാത്രി ഉയർത്തിക്കാട്ടുന്ന നസറയനായ യേശുവാണ്. ഇന്ന് രാത്രി പറയട്ടെ, കലാപരിപാടികൾ പലതും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം കലാപരിപാടികൾ ആളുകൾ അവതരിപ്പിക്കുന്നത് എന്തിനാണെന്ന്. കൂടെ ചിരിപ്പിക്കാനായിട്ടാണ്. 1.5 മണിക്കൂറത്തെ കലാപരിപാടികളുടെ അവതരണം കഴിയുമ്പോൾ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ സദസ്സിൽ അവൻ്റെ പുരിയക്കോടി ചലിച്ചാലും സദസ്സ് ചിരിക്കും. ചിരിയങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ ചിരിയോട് ചിരി. അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയം ഓർത്തോർത്ത് ചിരി. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് മുമ്പേ പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ, അക്കമിട്ടൊന്ന് പറയാമോ, എന്തോ തത്വം അവിടെ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ചിരിച്ചെന്നല്ലാതെ പറഞ്ഞതൊന്നും ഓർമ്മ കാണുകയില്ല. അങ്ങനെ സദസ്സിന് നടുവിൽ കലാപരിപാടി അവതരിപ്പിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആകാനല്ല സുവിശേഷകരായി ഞങ്ങളെ ദൈവം ഈ വേദിയിൽ നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ചിരിച്ചെഴുന്നേൽക്കണം എന്നല്ല ഞങ്ങൾ കൊതിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ നിത്യതയ്ക്കായി കണ്ണ് തുടച്ച് കരഞ്ഞെഴുന്നേൽക്കണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിളിച്ചു പറയുന്നത് ഒരുപടി ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളല്ല. ഇന്ന് രാത്രി ഉയർത്തിക്കാട്ടുന്നത് ഒരുപടി ചരിത്ര വസ്തുതകളല്ല. നാസയിലെ കുറെ കാര്യങ്ങൾ അവതരിപ്പിക്കാനല്ല ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. ഈ രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മഹത്വം അറിഞ്ഞ് നിങ്ങൾ ഇന്ന് രാത്രി പോയി കിടന്ന് ഉറങ്ങുന്ന ഉറക്കറ നിങ്ങളുടെ അന്ത്യ ഉറക്കത്തിന്റെ ബലിവേദിയായാൽ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ വിശ്രമം വീണ്ടെടുപ്പുകാരന്റെ മാർവിലായിരിക്കത്തക്ക വിധം നിങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കാനാണ് ഈ രാത്രി ദൈവം ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെങ്കിൽ എൻ്റെ കൂടപ്പറപ്പെ, നിന്നോട് സംസാരിക്കാൻ ഈ രാത്രിയിൽ ദൈവശബ്ദം മുഴങ്ങുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം ശ്രദ്ധിക്കുക. ലോകരാഷ്ട്രങ്ങളെ തൻ്റെ പിൻപിലും വെളിപ്പെടുവാൻ തുടങ്ങുന്ന ദൈവരാജ്യത്തെ തൻ്റെ മുൻപിലും കണ്ടുകൊണ്ട് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്ന് വിശേഷിപ്പിക്കുന്ന, എത്ര കുഴിച്ചാലും പ്രവചനത്തിൻ്റെ ഖനി തീരാത്ത അതിവിശിഷ്ട പ്രാവചനിക ഖനിഗർഭമാണ് ദാനിയേൽ പ്രവചനം. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്കും ചരിത്ര ഭാഗങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല, ശ്രദ്ധിച്ചു കേൾക്കണേ. ദാനിയേൽ പ്രവചനം 12 അധ്യായങ്ങളാണുള്ളത്. 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബത്തിൻ്റെ ദർശനമാണ്. 3-ാം അധ്യായം ഒരു വൃക്ഷ ദർശനമാണ്. 4-ാം അധ്യായം ദുരാസമഭൂമിയിൽ നിർത്തിയ ഒരു സ്വർണ്ണ ബിംബത്തിൻ്റെ വിശദീകരണമാണ്. 5-ാം അധ്യായം ബെൽസസറിൻ്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെടുന്ന ദൈവകോടതിയുടെ കയ്യെഴുത്താണ് വിശദീകരണം. 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായം കടലലകൾ തിരമാലകൾ ഇരമ്പി മറിയുമ്പോൾ ദംഷ്ട്രഭാവത്തോടെ കടലിൽ നിന്ന് കയറി വരുന്ന 4 വന്യമൃഗങ്ങളുടെ ദർശനമാണ്. ചരിത്ര രാഷ്ട്രീയ നഭസിൽ ഉദിച്ചുയർന്ന അസ്തമിച്ചു പോകേണ്ട ലോകരാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങളും ഒടുവിൽ എതിർ ക്രിസ്തു ലോകത്തിന്റെ ഭരണം കൈയാളുവാൻ അവന്റെ രംഗപ്രവേശനവും വിശദീകരിക്കുകയാണ് 7-ാം അധ്യായം. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഈ 2 ജീവികളുടെ ചിത്രീകരണമാണ്. അത് എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടം 70 വീക്സ് എന്ന് കൊടുത്തിരിക്കുന്ന പ്രാവചനിക പ്രാധാന്യം അർഹിക്കുന്ന
ഭാഗമാണ് 9-ാം അധ്യായം. 10-ാം അധ്യായം ഒരു വലിയ ദൂതപ്രത്യക്ഷതയാണ്. ദാനിയേൽ പ്രവാചകൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ ആകാശമണ്ഡലത്തെ അടക്കി ഭരിക്കുന്ന പാർസി പ്രഭുവിനെ വെട്ടിമാറ്റിക്കൊണ്ട് അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അവന്റെ അടുക്കലെത്തിക്കാൻ സ്വർഗത്തിന്റെ സൈന്യം സജ്ജമാകുന്ന രംഗമാണ് 10-ാം അധ്യായം. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. അവൻ എവിടെ നിന്ന് വരും, അവന്റെ നാഷണാലിറ്റി എന്ത്, അവൻ ജന്മം കൊള്ളുന്ന സ്ഥലം, അതിന്റെ രാജകീയ പിന്തുടർച്ച, അവന്റെ ജീനിയോളജി, അത് കൃത്യമായി 11-ാം അധ്യായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12-ാം അധ്യായം ഈ പുസ്തകം അവസാനിപ്പിക്കുകയാണ്. നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് തൃത്വത്തിൽ രണ്ടാമനായ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇറങ്ങി വന്ന് ദാനിയേലിനെ അന്ത്യയാത്ര അയക്കുന്നതും ഇന്ന് ഇറാനിൽ പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ അതേ സലാലായിൽ ഇയ്യോബിന്റെ കല്ലറയുള്ളതുപോലെ, മക്കപ്പേല ഗുഹയിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ലേയയുടെയും ശവകുടീരങ്ങളുള്ളതുപോലെ, മക്കയിൽ മുഹമ്മദ് നബിയുടെ ശവകുടീരമുള്ളതുപോലെ ദൈവത്തിന്റെ ദാസൻ ദാനിയേലിന്റെ ശവകുടീരം നിങ്ങൾക്ക് പേർഷ്യൻ രാജാക്കന്മാരുടെ കല്ലറകളുടെ നടുവിൽ നേരിട്ട് കാണാം. ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ, നിങ്ങൾ എന്നെ കാണുന്ന പോലെ യാഥാർത്ഥ്യമായ സംഭവമാണ് ഇത്, സങ്കല്പമല്ല. ഇതിൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം. ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഭാഗം. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം. ചരിത്ര വസ്തുതകൾ പേറുന്ന സർവ്വവിദഗ്ധന്മാർ, സ്തോത്രം, ഭൂഗർഭ ഗവേഷകന്മാർ തെളിവുകൾ നേരിട്ട് നിരത്തിയിട്ടുള്ള ഒരു പ്രത്യേക സംഭവം നടക്കുന്ന രാത്രി, BC 538 ജൂൺ മാസം 29-ാം തീയതി രാത്രി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്ന അന്ന് രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, ഇതാ ഒരു മദ്യപാനം നടക്കുകയാണ്. ഇതൊരു സാധാരണ വിരുന്നല്ല, അസാധാരണ വിരുന്നാണ്. 1000 മഹത്തുക്കൾക്കാണ് വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബാബേൽ കോട്ടയും കൊട്ടാര സമുച്ചയവും തങ്കക്കുട കെട്ടിടം പോലെ ഉയർന്നു നിൽക്കുകയാണ്. കനക കൊട്ടാരം പോലെ വെട്ടിത്തിളങ്ങി ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ മഹത്വം വർണ്ണിക്കാൻ എൻ്റെ ഭാഷയ്ക്കോ വാക്കുകൾക്കോ ശക്തിയില്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഉയർച്ചയിൽ എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പരമാവധി ഉയർച്ചയിൽ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ മഹത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നോഹയുടെ കൊച്ചുമകനായ നിമ്രോദിനാൽ പണി കഴിപ്പിക്കപ്പെട്ട് ശീനാർ സമതലത്തുയർന്നു നിൽക്കുന്ന നെബൂഖദ്നേസർ, നെബോണിദസ്, ബെൽസസർ, എവിൽമെരോദക്, നെബപ്പാളാസർ ആദിയായ ഭരണകർത്താക്കന്മാരുടെ ഭരണകാലഘട്ടം കൊണ്ട് ഉച്ചസ്ഥലങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങിയ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചും വേദപുസ്തകം വ്യക്തമായിട്ടുള്ള വിശദീകരണം നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു ഭാഗം ഹെറോഡോട്ടസ് എന്നറിയപ്പെടുന്ന ചരിത്രങ്ങളുടെ പിതാവ് നേരിൽ ചെന്ന് കണ്ട് എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് കടമെടുത്ത് പറഞ്ഞാൽ, ഈ കൊട്ടാരവും അതിൻ്റെ ചുറ്റുപാടുകളും അസാധാരണ നിലകളിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇന്ന് രാത്രി ഒരു വസ്തുത ഞാൻ പറയട്ടെ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം പ്രതികൂലമെങ്കിൽ അനുകൂലമാര്? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും നിന്റെ ദൈവം നിനക്ക് അനുകൂലമല്ലെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല. എന്നാൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉയർന്നാലും പ്രാർത്ഥനാമുറിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാണെങ്കിൽ, ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നവോമിയുടെ കയ്പിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ഇയ്യോബിൻ്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, മൊർദെഖായിയുടെ പോരാട്ടത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചെങ്കിൽ, നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ കൈ നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെങ്കിൽ, എത്രയൊക്കെ എതിരികൾ നിനക്കെതിരെ ഇരമ്പി ഉയർന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മാത്രമല്ല, അവന്റെ കരമായിരിക്കും നിന്റെ ജീവനെ സംരക്ഷിക്കുന്നത്. ഞാൻ ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി പറയട്ടെ, കഴുകുമരം ഒരുക്കി ഡേറ്റും നിശ്ചയിച്ച് കുരുക്കും കൈകാര്യം ചെയ്താണ് മുദ്രമോതിരം കൊണ്ട് മുദ്ര വെച്ച് നീങ്ങിയാലും ആരുടെ കഴുത്ത് വേണം അവത്തേൽ കുരുങ്ങേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സർവാധികാരിയായ മഹാദൈവത്തിന്റെ കോടതി വിധിയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയൊരു ജഡ്ജി ഇതിന് മുകളിൽ ചലിക്കുന്നുണ്ട്. അവന്റെ കരം ഇന്ന് രാത്രിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കോടതി ഉണ്ടെങ്കിൽ ഉയരത്തിൽ കോടതിയുണ്ട്, ഇവിടെ ഫുൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ഫുൾ ബെഞ്ച് ഉണ്ട്, ഇവിടെ വിധിവിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിധിവിസ്താരമുണ്ട്, ഇവിടെ പ്രതിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ പ്രതിക്കൂടുണ്ട്, ഇവിടെ സാക്ഷിക്കൂടുണ്ടെങ്കിൽ ഉയരത്തിൽ സാക്ഷിക്കൂടുണ്ട്, ഇവിടെ തൊണ്ടി സാധനമുണ്ടെങ്കിൽ ഉയരത്തിൽ തൊണ്ടി സാധനമുണ്ട്, ഇവിടെ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ടെങ്കിൽ ഉയരത്തിൽ ജഡ്ജിമെന്റ് സീറ്റ് ഉണ്ട്, ഇവിടെ വിസ്താരമുണ്ടെങ്കിൽ ഉയരത്തിൽ വിസ്താരമുണ്ട്, ഇവിടെ അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്വക്കേറ്റ് ഇല്ല. സ്തോത്രം. ഏത് കള്ളത്തരും 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം, 4 പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം. ഏത് കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും വളപ്പും വഞ്ചനയും വക്രതയും പൂഴ്ത്തിവയ്പും നടക്കുന്ന ഏതവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നന്നായി വാദിക്കാൻ ഇവിടെ ആളൂരന്മാരെ പോലെയുള്ള നല്ല വക്കീലന്മാരെ കിട്ടും. എന്നാൽ സ്വർഗത്തിൻ്റെ കോടതിക്ക് മുൻപിൽ നീ ചെല്ലുമ്പം നിനക്ക് വേണ്ടി വാദിക്കാൻ ഒറ്റ അഡ്വക്കേറ്റിനെ അവിടെ കിട്ടില്ല. ജഡ്ജിയുടെ മുൻപിൽ നീ നിൽക്കുമ്പോൾ തന്നെ നിന്റെ അകത്തിരിപ്പ് നേരിട്ട് ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് വായിച്ചെടുക്കാൻ കഴിവുള്ള ഒരു കോടതി ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുന്നു, ഉയരത്തിൽ സജ്ജമായിരിക്കുന്നു. കൃപ പ്രാപിച്ച ദൈവപൈതലെ അവൻ ഉറക്കിയിട്ടില്ല, അവൻ മൗനവ്രതത്തിലല്ല, അവൻ അനങ്ങാപ്പാറനയം സ്വീകരിച്ചിരിക്കുകയല്ല. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നടപടിയെടുക്കാൻ കഴിവുള്ള സർവാധികാരിയുടെ കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഇന്ന് രാത്രി നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഈ കോടതിക്ക് അസാധാരണ കഴിവുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഇന്നേക്ക് 10-20 വർഷങ്ങൾക്ക് പുറകിൽ കോട്ടയം പയസ്റ്റന്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്തൊക്കെ നടന്നോന്ന് എനിക്കറിയില്ല. യാഥാർത്ഥ്യത്തിൽ അത് വിധിക്കാനും വിസ്തരിക്കാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സ്തോത്രം. സിസ്റ്റർ സെബിക്കും 2 പുരോഹിതന്മാർക്കും ഈ അഭയ കൊലക്കേസിലെ ബന്ധം എന്താണ്? ഈ ഡെഡ് ബോഡി എങ്ങനെ കിണറ്റിൽ വന്നു? ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്തപ്പോൾ പുറകിൽ നിന്ന് ആയുധം കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നോ? എന്താ നമുക്കറിയില്ല. എന്നാൽ അന്നത്തെ പ്രതികളെ റിമാൻഡിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ബസ്വന്ത് പുറപ്പെടുവിച്ച ഒരു വിധി പ്രസ്താവനയുടെ മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ താൻ ഉപയോഗിച്ച വാക്കുകൾ ഇങ്ങനെ എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. ഹോ, ആ വാക്കിന്റെ തീജ്വാലയുടെ കനം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർക്കണേ. സ്വർഗത്തിന്റെ സിറ്റ് ഔട്ടിൽ വല്യപ്പൂപ്പന്മാര് കിടക്കുന്നത് പോലെ 2 കാലുമെടുത്ത് ചാരുകസേരയുടെ കാലെ പൊക്കി വെച്ച് വായിൽ താമ്പൂല മിശ്രിതവും കൊണ്ട് കട്ടിക്കണ്ണാടിയും വെച്ച് ചവച്ചോണ്ട് കിടക്കുന്ന ഒരു പൊട്ടൻ മുതുക്കനപ്പച്ചനല്ല ഇന്ന് രാത്രി നമ്മൾ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവ്. അദ്ദേഹം പറയുകയാണ്, ഭൂമിയിൽ നീതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കോടതി നീതി നിറവേറ്റുമെന്ന് ഓർക്കണം. സത്യം തുറന്ന് സംസാരിപ്പാൻ ബാധ്യതയുള്ളവർ മൗനം പാലിച്ചാൽ ഇരുൾ മൂടിയ നരകത്തിലായിരിക്കും ഇരിപ്പിടം ഒരുങ്ങുക എന്ന കാര്യം മറക്കരുതെന്ന് എറണാകുളം ഹൈക്കോടതി ജഡ്ജ് പ്രസ്താവിച്ചു. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അങ്ങനെയാണെങ്കിൽ സകല കോടതികൾക്കും മീതെ അത്യുന്നത കോടതിയിൽ വിരാജിക്കുന്ന ഒരു മഹാദൈവത്തിന്റെ കരമാ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ തലയ്ക്ക് മുകളിൽ കാണുന്നത്. സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോകാം. ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ ഹൈക്കോർട്ടിൽ അപ്പീൽ പോകാം. ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ സുപ്രീം കോർട്ടിൽ അപ്പീൽ പോകാം. സുപ്രീം കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റാൽ പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുക്കാം. അവിടെയും വിധി തള്ളിയാൽ പിന്നെ ഗതികേട് തന്നെയാണ്. മനസ്സിലായോ? സെക്ഷൻ ക്ലാസ്സിൽ കേസ് കൊടുത്ത് തോറ്റു, ഡിസ്ട്രിക്ട് കോർട്ടിൽ അപ്പീൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി, ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് തോറ്റു, പ്രസിഡന്റിന്റെ അടുക്കൽ ദയാഹർജി കൊടുത്ത് അവിടെയും വിധി തള്ളി കക്ഷിയെ തൂക്കിലിടാൻ വിധിച്ചു. അങ്ങനെ കിടക്കുന്ന സമയം തൂക്കിൽ കൊണ്ടുപോകുന്നതിന്റെ തലേ ദിവസം ഈ പ്രതി കിടക്കുന്ന സെല്ലിലോട്ട് ഒരാൾ നെത്തി നോക്കി കണ്ടു. അഭീകര കാഴ്ച. കക്ഷി മുറിക്കകത്ത് ചത്തു കിടക്കുന്നു. എങ്ങനെ ഇരിക്കും വിധിയുടെ സ്വഭാവം? കഴുത്തെ കയറിട്ട് കക്ഷിയെ ഗവൺമെന്റ് തൂക്കുന്നതിന് മുൻപ് ഒരാൾ സ്തോത്രം സ്വാഭാവികമായി മരിച്ചാൽ ആ കോടതി വിധി നിയമപരമായി അസാധുവാകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതൊക്കെ പ്രതി എങ്ങനൊക്കെ മനുഷ്യകുലത്തിൽ ചത്താലും, കിണറ്റിച്ചാടി ചത്താലും, വിഷം കുടിച്ച് ചത്താലും, റെയിൽവേ ട്രാക്കിൽ തല വെച്ച് ചത്താലും, കെട്ടിത്തൂങ്ങി ചത്താലും, ചാകുന്നത് കൊണ്ട് വിധി മാറ്റി വെക്കാതെ സെമിത്തേരിയിൽ നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ജഡ്ജിയാണ്. അവന്റെ കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകെട്ടി വാപൂട്ടി ഇരിക്കരുത്. അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവമക്കൾ
സ്തോത്രം ചെയ്തിട്ട് വിളിച്ചു പറ, ഉന്നതന് മീതെ ഒരു ഉന്നതനും അതിന് മീതെ ഒരു അത്യുന്നതനും ഇന്ന് രാത്രിയും ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. നീ ഇവ ചെയ്തു, ഞാൻ മിണ്ടാതെ ഇരുന്നു. ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തി വയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിന്നെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി അല്ലോ. ഇന്ന് രാത്രി ചെറുവക്കൽ ന്യൂ ലൈഫ് ഗ്രൗണ്ടിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഇതിന്റെ പുറകിൽ ഒരുത്തന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കരത്തെ തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, തൽക്കാലം ചില പ്രതികൂലങ്ങൾ നിന്നെ ജയിച്ചെന്ന് തോന്നിയാലും എൻ്റെ ദൈവം കാലം കൊണ്ട് കണക്ക് തീർക്കുന്ന ദൈവമാണ്. ആ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. എത്ര ദൈവമക്കളുടെ നാവുകളിൽ രാത്രി സ്തോത്രത്തോട് രാത്രി ചലിക്കും. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വിധി വർത്തമാന കാലത്ത് നടക്കുന്നുണ്ടോ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഇന്നലകളിൽ ദൈവകോടതിയുടെ കരം ചലിച്ചിട്ടുണ്ട്, നാളുകളിൽ ദൈവകോടതിയുടെ കരം ചലിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ദൈവകോടതിയുടെ കരം ചലിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കണേ. ദൈവത്തിൻ്റെ കാലഗണന മനുഷ്യന്റെ കാലഗണനയുമായി കാലാനുപാതത്തിലല്ലാത്തത് കൊണ്ട് കാര്യം ഗ്രഹിക്കാൻ നമ്മുടെ ഈ കണഞ്ഞാൻകുടുക്ക പോലുള്ള തലച്ചോറിന് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ വിധി 2018 നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ദൈവത്തിൻ്റെ കാലഗണന. ദൈവം എന്നാ ജനിച്ചേ? ദൈവം എന്നാ മരിക്കുന്നേ? ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും തല സകലറ്റയുന്ന ശക്തിയുടെ കരത്താൽ വഹിക്കുന്ന ആദ്യന്തമില്ലാത്ത മഹാദൈവത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല. സ്തോത്രം. എന്നാൽ നമുക്കോ ഏറെയായാൽ 70 അല്ലെങ്കിൽ 80. ഒരു 29,200 ദിവസത്തിനുള്ളിൽ പിള്ളത്തൊട്ടിൽ തുടങ്ങിയ നാം ശവപ്പെട്ടിയിലെത്തും. നമ്മുടെ തൊട്ടിലിനും പെട്ടിക്കുമിടയിൽ കൂടി വന്നാൽ ഒരു 29,200 ദിവസം എല്ലാവർക്കും ഇല്ല, കിട്ടിയാ കിട്ടും. അപ്പൊ നമ്മുടെ ഈ പരിമിതമായ കാലഗണന കൊണ്ട് ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ കാലഗണനയെ നാം അളക്കാൻ ശ്രമിച്ചാൽ വിധിയില്ലെന്ന് പറയും. എന്നാൽ ഇന്ന് രാത്രി പറയാം, ചില വിഷയത്തിന് നടുവിൽ ദൈവത്തിന്റെ വിധി വെളിപ്പെടും. അവന്റെ അധികാരമുള്ള കരം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവ് ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക. ബെൽസസറിന്റെ മഹാവിരുന്ന് നടക്കുകയാണ്. ഒരു ദിവസമല്ല, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിരുന്ന, 1000 മഹത്തുക്കൾക്കുള്ള വിരുന്ന. ഈ കൊട്ടാരത്തെക്കുറിച്ച് ആർക്കിയോളജിസ്റ്റുകൾ എടുത്ത കണക്കും ഹെറോഡോട്ടസ് പറഞ്ഞ ചരിത്രവും ഒന്ന് ഞാൻ സൂചിപ്പിച്ചു വിടാം. ഒരു വശത്ത് 15 മൈൽ നീളം, മറുവശത്ത് 15 മൈൽ വീതി, അങ്ങനെ സമചതുരമായി 60 മൈൽ ചുറ്റളവിൽ കിടക്കുന്ന പുരാതനമായ പ്രതാപ കൊട്ടാര സമുച്ചയം ബാബിലോൺ കോട്ട. 87 അടി വണ്ണമുള്ള കനത്ത ചുടുയിഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഭിത്തി, അതിന് 350 അടി കുത്തനെ പൊക്കം. നിങ്ങൾ ശ്രദ്ധിക്കണേ, 350 അടി കുത്തനെ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ മതിൽക്കെട്ടിന്റെ പുറത്ത് 250 കാവൽ ഗോപുരങ്ങൾ രംഗനിരീക്ഷണം നടത്താൻ മാത്രം. 6 രാജരഥങ്ങൾ ഇതിന് മുകളിൽ കൂടെ ഒരുപോലെ ഒരേ സമയം ഉരുണ്ടു നീങ്ങുക പതിവാ. യൂഫ്രട്ടീസ് നദി ഈ കൊട്ടാര സമുച്ചയം നിൽക്കുന്ന ഈ പട്ടണത്തിലേക്ക് കോണോട് കോണായി വകഞ്ഞൊഴുകും. പടിഞ്ഞാറ് വശത്തെ പ്രവേശന ഭാഗത്തുകൂടെ യൂഫ്രട്ടീസ് നദി അകത്തോട്ട് കയറുമ്പോൾ 2 വലിയ പിത്തള കവാടങ്ങൾ അടയ്ക്കുന്ന സമയം ദേവാലയം ഉൾപ്പെടെയുള്ള അവരുടെ ക്ഷേത്രത്തിലേക്ക് ഉയരുന്ന ആ മനോഹരമായ വർണ്ണജ്വാലയിൽ ഈ കൊട്ടാര സമുച്ചയം ബാബേൽ കോട്ട ഒരു പൊൻതളിക പോലെ വെട്ടിത്തിളങ്ങും.
പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വന്നു കയറി കിഴക്കൂടെ ഒഴുകി ഇറങ്ങിപ്പോകുമ്പോൾ ആ കവാടവും അത്ര മനോഹരമായ അതെ താമ്ര കവാടമാണ്. ഇതിന് നടുവിൽ രണ്ട് വശത്തും രണ്ട് വലിയ കൊട്ടാരങ്ങൾ. ഒരു കൊട്ടാരത്തിൽ നിന്ന് അടുത്ത കൊട്ടാരത്തിലെത്താൻ ഭൂഗർഭത്തിലൂടെ 25 സ്ട്രോങ് റൂമുകൾ ഉൾപ്പെടെയുള്ള രഹസ്യ അറകളുടെ മുറികൾ. സ്തോത്രം. ഈ കൊട്ടാരങ്ങളെ തമ്മിൽ മുകളിൽ കൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പാലം. ഇതാ ഈ കൊട്ടാരത്തിന് നടുമുറ്റത്ത് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച 150 അടി നീളം 75 അടി വീതിയുള്ള ഒരു പുരാതനമായ ഡൈനിങ് ഹാൾ. സ്തോത്രം. അതിൻ്റെ നടുമുറ്റത്തോട് ചേർന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വശത്ത് 6ഓളം വലിയ ഗോപുരങ്ങൾ, ഒരെണ്ണത്തിന് 650 അടി പൊക്കം. അത്രയും പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളുടെ മുകളിൽ തീർത്തിരിക്കുന്ന മനോഹരമായൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് നടുവിൽ 45 അടി പൊക്കത്തിൽ തനി തങ്കം കൊണ്ട് തീർത്ത ഒരു ബേൽദേവന്റെ പ്രതിമ. സ്തോത്രം. ഈ കൊട്ടാരത്തിന്റെ ചുറ്റും ഉയർന്നു നിൽക്കുന്ന 350 അടി പൊക്കത്തിൽ കല്ല് കീറി അടുക്കി ഈയക്കട്ടികൾ നിരത്തി മണ്ണിട്ട് ഘടിപ്പിച്ച പുരാതന ലോകത്തിലെ സപ്താതിശയങ്ങളിൽ ഒന്നായ മനോഹരമായ തൂക്കുവനങ്ങൾ. സ്തോത്രം. ഈ കൊട്ടാരത്തിന് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഡൈനിങ് ഹാളിനകത്ത് സ്തോത്രം അവർ പറയുന്നത് രാജാവിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വെള്ളക്കല്ലിൽ തീർത്ത സിംഹാസനമാണത്, വെണ്ണക്കല്ലിൽ തീർത്തത്. ആ സിംഹാസനത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ഭിത്തി ഒരു മഹാസിംഹത്തിന്റെ രൂപം ഛായാചിത്രങ്ങളോടെ പതിച്ച ഭിത്തിയ. എന്നാൽ അതിന്റെ ഇടത്തുവശത്തായി ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെടുത്തത് ഒരു വലിയ വെള്ള ചുവര്. ആ ചുവരിന്റെ നടുക്കായി മാർബിൾ കൊണ്ട് തീർത്ത ഒരു വലിയ ഫലകം. ആ ഫലകത്തിന്റെ മുൻപിൽ ഒരു തട്ട്. ആ തട്ടിന്റെ മുകളിൽ യെരുശലേം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന 110 റാത്തൽ തങ്കം കൊണ്ട് അടിപ്പ് പണിയായി ഇടിച്ചെടുത്ത അതെ തെളിവുള്ള ഒലിവെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ആ നിലവിളക്ക് കത്തി ജ്വലിച്ചുകൊണ്ട് ഈ മ്ലേച്ഛതയുടെ രാത്രിയിൽ വെളിച്ചം തെളിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലവിളക്കിന്റെ ഭിത്തിയിൽ ആ വെള്ളച്ചുവരിൽ ബാബിലോൺ കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ വിജയരേഖകൾ കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു വെള്ളക്കല്ലാണ് ഈ ഭിത്തി. അതാ കുടി നടക്കുകയാ. കുടിയന്മാർക്ക് ചിലപ്പോഴൊരു ആഗ്രഹം തോന്നും, ചിലപ്പോൾ ഒടുവിലത്തെ ആഗ്രഹമായിരിക്കും ആ ആഗ്രഹം. ബെൽസസർ എന്ന കുടിയൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൻ്റെ ദേവന്മാരെയുള്ള ആരാധനാ മൂർത്തികളെ മണ്ണും കല്ലും മരവും വെള്ളിയും പൊന്നും കൊണ്ടുള്ള ദേവീ ദേവന്മാരെ ആരാധിച്ചുകൊണ്ട് അസാൻമാർഗികത തുടികൊട്ടി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഉയർന്നു. ഞങ്ങളുടെ ദൈവത്തെക്കാൾ വലിയ ദൈവം ആരാ? അത് യെരുശലേം ദൈവാലയത്തിലെ ദൈവമാണോ? എന്നാൽ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ദേവാലയത്തിലെ കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന അത് രാജാവിന്റെ കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ല, യെരുശലേമിലെ ദൈവത്തെ വെല്ലുവിളിക്കാൻ അവിടുത്തെ ദേവാലയത്തിലെ പവിത്ര പാത്രങ്ങൾ കൊണ്ടുവന്നൊന്ന് കുടിക്കണമെന്ന് തോന്നി. കുടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം സ്വർഗത്തിന്റെ കോടതി ഇടപെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ബെൽസസറിന്റെ കൊട്ടാരത്തിനകത്തെ ഡൈനിങ് ഹാളിൽ എല്ലാവരും കുടിച്ചു കൂത്താടി മതോന്മത്തരായി സമനില നഷ്ടപ്പെട്ട് സമചിത്തത കളഞ്ഞ് അസാൻമാർഗികതയിൽ രമിച്ചിരിക്കുന്ന സമയം ക്ഷണത്തിൽ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് അവന്റെ കണ്ണുകളുടെ മുൻപിൽ ഭിത്തിയിൽ ഉയർന്നു നിൽക്കുന്ന ബാബേൽ ഭരണാധികാരികളുടെ വിജയരേഖകൾ എഴുതി വച്ചിരിക്കുന്ന വെള്ളശിലയുടെ മുകളിൽ കുറിക്കാൻ തുടങ്ങി. മെനേ മെനേ തെക്കേൽ ഉപാർസി. സ്തോത്രം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബെൽസസറിന്റെ മുഖഭാവം മാറി. അവന്റെ അരയുടെ ഏപ്പഴിഞ്ഞു, അവന്റെ കാൽമുട്ടുകൾ ആടി. ഇത് സാധാരണ വിധിയല്ല, ഇത് ദൈവകോടതിയുടെ വിധിയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, ആരൊക്കെ നിനക്കെതിരാണെങ്കിലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നാൽ ആരൊക്കെ നിനക്ക് അനുകൂലമായി പഞ്ചായത്ത് പറഞ്ഞാലും എൻ്റെ ദൈവം നിനക്കെതിരാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഇന്ന് രാത്രി അവൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കുടുംബത്തിൽ ഉയർന്നു നിൽക്കുന്ന ന്യായവിധിയുടെ വിധിയെഴുത്തുകളെ ഈ രാത്രി അഴിച്ചു മാറ്റാൻ കഴിവുള്ള ഒരു മേലെഴുത്തേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുന്ന ക്രൂശിലെ മേലെഴുത്താണ്. ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുമ്പോൾ ആത്മാവിൽ ദൈവമക്കൾ കാണുക, എൻ്റെ ദൈവത്തിന്റെ കരം അവിടെ ചലിക്കുകയാണ്. രംഗം നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇത് സാധാരണ രംഗമല്ല. ഭയന്നു. 1000 പേർ കുടിച്ചു മതിച്ച് സമനില തെറ്റി സമചിത്തത തകർന്ന് കൂത്താടിക്കൊണ്ടിരിക്കുന്ന സമയം രാജാവിൻ്റെ സിംഹാസനത്തിലിരുന്ന് അദ്ദേഹം നോക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന രാജകൊട്ടാരത്തിലെ വെള്ളഭിത്തിയിലെ ബാബേൽ രാജാക്കന്മാരുടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്ന വെൺചുവരിന്മേൽ ഇതാ ഒരു മനുഷ്യന്റെ വിരലുകൾ വേഗം വന്ന് സ്തോത്രം ആ ചുവരിൽ ഒന്നായിട്ടൊന്ന് എഴുതി അതങ്ങോട്ട് അവൻ കണ്ടു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മഹാദൈവം തൻ്റെ മഹത്വ പ്രഭാവത്തോടുകൂടെ ദിവ്യ ദൂത സഞ്ചയ പരിവാര സമേതം ഇറങ്ങിയില്ല. ചാഞ്ചല്യമായ ദൈവ തേജസ്സിന്റെ പ്രഭാകാന്തി വെട്ടിജ്വലിച്ചില്ല. കേവലം ഒരു വിരല് മാത്രമേ വന്നുള്ളൂ. അപ്പോഴേക്കും അരയുടെ പഴിഞ്ഞെങ്കിൽ അന്തിമ വിധിയിൽ എൻ്റെ യേശു തേജസ്സിന്റെ ദിവ്യ സിംഹാസനത്തിൽ ആ വെണ്മ സിംഹാസനത്തിൽ വിധിക്ക് വെളിപ്പെടുമ്പോൾ എന്തായിരിക്കും രംഗം? കൃപയാൽ നമ്മുടെ ശിക്ഷാവിധി ദൈവം മാറ്റിയതോർത്ത് ഇന്ന് രാത്രി ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാത്രി നമുക്ക് ലഭിച്ച ഭാഗ്യം ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ട രാത്രിയാ. ദൈവത്തിന് സ്തോത്രം. ഇടത്തും വലത്തും ഇരിക്കുന്നവർ മൗനമായിരുന്നാലും കർത്താവിൻ്റെ കൂടിരിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവ പൈതലേ, നിന്റെ പദവി എത്ര വലുതാണെന്ന് ഓർത്ത് ഇന്ന് രാത്രി ആരാധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന് സ്തോത്രം. ചിലരുടെയൊക്കെ ഭാവം കണ്ടാൽ ചിട്ടിക്കച്ചവടത്തിൽ നട്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഗതികേട് നീ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയല്ലോ തമ്പുരാനെ എന്ന മട്ടില. എന്നാൽ കൃപ പ്രാപിച്ച നീ ഇന്ന് രാത്രി പ്രാപിച്ച മഹത്വം ഓർത്തേ. ദൈവത്തിന് സ്തോത്രം. മുട്ടുവേദന മാറിയത് കൊണ്ടല്ല, പല്ലുവേദന പോയത് കൊണ്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഓടിച്ചു പോകുമ്പോൾ കണ്ണം നടഞ്ഞാൽ പാട്ട പോലെ പൊളിയുന്ന ഒരു പാട്ടവണ്ടി ന്യൂ മോഡൽ വാങ്ങിക്കാൻ കൃപ കിട്ടിയത് കൊണ്ടല്ല, ഒരു ബംഗ്ലാവ് പണിയാൻ പണം കിട്ടിയത് കൊണ്ടുമല്ല, പേര് ജീവന്റെ പുസ്തകത്തിൽ കുറിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ട്, ഈ രാജാവിന്റെ കൂടെ നിൽക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച നീ സ്തോത്രം എന്ന് വിളിച്ചു പറയണം. ഇത് സാധാരണ അനുഭവമല്ല. സ്തോത്രം. 2ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സമയത്ത് ജർമ്മനിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലെ രംഗം ഒരു ചരിത്രകാരൻ എഴുതിയിരിക്കുന്ന രംഗം ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഹൃദയഭേദകമായിരുന്നു ആ രംഗം. 20 വയസ്സിൽ താഴെയുള്ള ബന്ധപ്പെട്ട പ്രായത്തിലുള്ള എല്ലാ യുവാക്കന്മാരും നിർബന്ധിത സൈനിക സേവനം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ പല അമ്മമാരും അപ്പന്മാരും സ്വന്തം കുഞ്ഞുങ്ങളെ അതിൻ്റെ പ്രധാന സ്റ്റേഷനിലേക്ക് വിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വന്നു നിൽക്കുമ്പോൾ അവസാനമായി ടാറ്റ കൊടുത്ത് യാത്ര പറയുന്ന രംഗം ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ആ സമയം എഴുത്തുകാരൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ഒരു സീറ്റിലേക്ക് ഒരു ചെറുപ്പക്കാരനും മകൻ കയറിയിരുന്നു. സ്തോത്രം. അവൾ വിധവയാണ്. സ്തോത്രം. സാധനങ്ങളെല്ലാം കയറ്റി ഈ അമ്മ കൊടുത്തു. എന്നിട്ട് ട്രെയിൻ ചെറുക ചൂളമടിച്ച് നീങ്ങിയ സമയം ട്രെയിനോടൊപ്പം ഈ അമ്മയും നീങ്ങാൻ തുടങ്ങി. മോനെ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: നീ കൊല്ലപ്പെടരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല, എനിക്കാരുമില്ല, ഞാൻ വിധവയാണെന്ന് നിനക്കറിയാം, ഇനിയും നീ ഇവിടെ പോയാൽ ഞാൻ അനാഥയാകും, സഹിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മോനെ. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അപ്പോഴത്തേക്കും ട്രെയിൻ വേഗം നീങ്ങിക്കഴിഞ്ഞു. ഞാൻ നിന്നോടൊരു കാര്യം പറയാം, രക്ഷപ്പെടാൻ ഒറ്റ വഴി ഞാൻ പറയാം. ആ അമ്മ നിഷ്കളങ്കമായി പറയുക: മോനെ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം നീ ക്യാപ്റ്റന്റെ പുറകിലേ നിൽക്കാവൂ. ദൈവത്തിന് സ്തോത്രം. ക്യാപ്റ്റന്റെ അടുക്കേന്ന് മാറിപ്പോകരുത് കേട്ടോ. ഇന്ന് രാത്രി കൃപയാൽ ഈ ക്യാപ്റ്റനോട് ചേർന്ന് നിൽക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയതാണ്. എൻ്റെ ന്യായവിധി മാറിയതെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഇതിൽ പരം ഭാഗ്യം എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. 1000 മഹത്തുക്കളുടെ വിരുന്ന് നടക്കുന്ന ആ രാത്രിയിൽ രംഗം മുഴുവൻ സ്തബ്ധമായി. നിങ്ങളൊന്ന് ഭാവനയിൽ ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ആ ദിവസങ്ങളിലെ വിരുന്നിന്റെ രംഗത്ത് സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ നല്ലൊരു കല്യാണം നടന്നാലേ 4 പേരെ വിളിക്കുന്നിടത്ത് നിന്നെ വിളിച്ചില്ലെങ്കിൽ, വിളിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു ജാള്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ ദാനിയേൽ സാധാരണക്കാരനല്ല. മുൻകാലഘട്ടങ്ങൾ മുഴുവൻ ജ്ഞാനികളും ജ്ഞാനിയായി വെളിപ്പെട്ട ഈ കർത്തൃദാസൻ വിളിക്കപ്പെടേണ്ടയാളാ. നാട്ടുകാർ ചോദിച്ചു കാണും: ദാനിയേലേ, ക്ഷണം കിട്ടിയോ? ആ വലിയ വിരുന്നിന് ക്ഷണം കിട്ടിയോ? സ്തോത്രം. ഞാനൊരു വസ്തുത പറയാം. കിട്ടാഞ്ഞായിരിക്കില്ല. ഞാൻ പ്രാപിച്ച ദൈവകൃപയോടുകൂടെ മുട്ടുമടക്കാൻ പറ്റാത്ത ഇടത്ത് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തന്നെയായിരിക്കും ദാനിയേലിന്റെ നിരീക്ഷണം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, അർഹിക്കാത്ത ചിലതിനകത്ത് കൈയിടാൻ നിനക്ക് ഇടയായില്ലെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗ്യമാണെന്ന് കണ്ടോണം. സമയം നിനക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിളിച്ചു വരുത്താൻ വഴിയൊരുക്കും.
നിങ്ങളിത് രാത്രി ഒന്ന് ആത്മാവിൽ ഓർത്ത് നോക്കിക്കേ, ഇരിക്കുന്നതിൽ ഓർത്ത് നോക്കിക്കേ. തിരുവനന്തപുരത്ത് ആ വലിയ MLA-മാരുടെ മഹാസദസ്സ് സമ്മേളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭിത്തിയിൽ ഉയർന്ന ഒരു മേലെഴുത്ത് വ്യാഖ്യാനിക്കാൻ ജോൺസൺ ദാനിയേൽ പാസ്റ്റർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നൊരു അറിവ് കിട്ടുകയും അവിടുന്ന് ദൈവത്തിന് സ്തോത്രം ഗവൺമെന്റിന്റെ ചുമതലയിലെ വാഹന അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ കൊണ്ടുചെല്ലാൻ തക്കവണ്ണം ഒരുപറ്റം ആളുകൾ ഇവിടേക്ക് നീങ്ങുകയും ചെയ്യുന്ന രംഗമുണ്ടായാൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്തായിരിക്കും? ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, പലരും കണ്ണ് കുഴഞ്ഞ് വ്യാഖ്യാനിക്കാൻ കഴിയാതെ അവരുടെ അത് മഹത്വം അടഞ്ഞു നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ ഇതാ ആത്മനിയോഗത്തോടെ ആ കൊട്ടാരത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഈ മേലെഴുത്ത് പതിഞ്ഞപ്പോഴേ മനസ്സിലായി, ഇത് സാധാരണ എഴുത്തല്ല, ഇതെൻ്റെ അപ്പൻ്റെ എഴുത്താണ്. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥനാമുറിയിൽ എൻ്റെ അപ്പച്ചനോട് ആത്മാവിൽ സംസാരിക്കാൻ ദർശനം പ്രാപിച്ച എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മവ്യാപാരവും ഈ ഭിത്തിയിൽ വെളിപ്പെട്ടിരിക്കുന്ന എഴുത്തിന്റെ പുറകിലെ ആത്മാവും ഒരാത്മാവായതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആരൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അമാനുഷികമാണ്. നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിന് നേരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ബന്ധിക്കാൻ കൃപ പ്രാപിച്ച നിന്റെ മേൽ ഇന്ന് രാത്രിയിൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവപൈതലേ, നിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം ആത്മവ്യാപാരം ഈ രാത്രി മേഘം പോലെ എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മ നിയോഗം തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറ, അത് എൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ കോടതിയുടെ വിധി തീർപ്പ് ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെടുകയാണ്. ഞാൻ ഇന്ന് രാത്രി പറയാം, ജീവിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ രാത്രിയല്ല, ഇന്ന് രാത്രിയും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടി ആ കരം ഉയർന്നാൽ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഞാൻ ചോദിക്കട്ടെ, ന്യൂ ഓർലിയൻസിനെ നിങ്ങൾക്കറിയാമോ? പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള മണ്ണ 10 ലക്ഷത്തോളം ആളുകൾ പാർക്കുന്ന മേഖലയിലെ ആ പ്രധാനപ്പെട്ട മേയർ ഒരു സോതോമ്യന. എൻ്റെ ഒരു സ്നേഹിതൻ ഒരാഴ്ച മുൻപ് അവിടെ ഒരു പ്രത്യേക പ്രോഗ്രാമിന് ചെന്നപ്പോൾ ഒരു പ്രത്യേക ക്രമീകരണത്തിന് വേണ്ടി ഹോട്ടൽ റൂമുകൾ അന്വേഷിച്ചപ്പോൾ പൂർണ്ണ നഗ്നരായ പെൺകുട്ടികൾ ഫ്ലോട്ടിംഗ് കാസിനോകളിൽ നൃത്തം ചെയ്യുന്ന മ്ലേച്ഛതകൾ തുടികൊട്ടുന്ന അവിടെ അടുത്ത ദിവസം പട്ടണത്തിലെ അതേ സമൃദ്ധമായ മഹാസമുദ്രത്തിൻ്റെ തീരത്ത് നടക്കാനിരുന്ന ഗേ ലെസ്ബിയൻ പ്രോഗ്രാമിൻ്റെ തലേ രാത്രിയിൽ കട്രീന എന്ന ചുഴലിക്കൊടുങ്കാറ്റ് കൊണ്ട് എൻ്റെ ദൈവം ആ മണ്ണിനെ അടിച്ചു തകർത്ത് അവിടുത്തെ വൻപന്മാരുടെ ശവങ്ങൾ സ്രാവിനൂണാക്കി നൽകിയെങ്കിൽ ആ ദൈവം മരിച്ചിട്ടില്ല, അവൻ അവധി എടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ മൗനവ്രതത്തിലല്ല. പാസ്റ്റർ രാജു മേത്രയിൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി അവൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. കൃപ പ്രാപിച്ച ദൈവപൈതലേ, നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നിനക്ക് വേണ്ടി നടപടി എടുക്കാൻ കഴിവുള്ള നാഥന്റെ കരം ഇന്ന് രാത്രി നീ ആത്മാവിൽ കാണണം. സ്തോത്രം. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായ മയാമിക്ക് എന്ത് സംഭവിച്ചു? വേശ്യകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലൂസിയാന എവിടെ? ആദ്യമായി എയ്ഡ്സ് കണ്ടെത്തിയ ഹെയ്ത്തിയിലെ ഹെയ്ത്തി 12ഓളം കനേഡിയൻ യുവാക്കന്മാർക്ക് ആദ്യമായി 82കളിൽ അവിടെ നിന്ന് ഈ മാരക രോഗം കിട്ടിയില്ലേ? മ്ലേച്ഛമായ ലൈംഗിക രാജകത്വം കുടികൊട്ടിവാണ് ആ ഹെയ്ത്തിയിൽ. ഇതുപോലെ ചൊവ്വാഴ്ച ദിവസം ജനങ്ങൾ ഗാഠമായി ഉറങ്ങുമ്പോൾ എൻ്റെ ദൈവം ആ മണ്ണിനെ ഒന്ന് പിടിച്ചു കുലുക്കി 65,000 പേരെ കൂട്ടിയിട്ട് നടത്തിയ ശവമടക്കിൽ ഹെയ്ത്തിയുടെ പ്രധാനമന്ത്രി അലറിക്കരഞ്ഞു. ഞാനിന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ ചോദിക്കട്ടെ, ജീവിക്കുന്ന ദൈവമുണ്ടോ? അവൻ അവധി എടുത്തിട്ടില്ല കേട്ടോ, അവൻ അവധി എടുത്തിട്ടില്ല. ക്രൈസ്തവരുടെ കഴുത്ത് വെട്ടി നൃത്തം ചെയ്ത ദീപായ ദൈവത്തിന് സ്തോത്രം. സുമാത്ര എവിടെ? ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് വെള്ളത്തിനടിയിലാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ദേവന്റെ ജന്മദിവസമായ ഡിസംബർ 25 ഒരെണ്ണത്തെ ഈ പ്രതലത്തിൽ കാണരുതെന്ന് പറഞ്ഞ് തീവ്രവാദികൾ അവരെ മലമുകളിൽ ഓടിച്ചു കയറ്റിയപ്പോൾ ഇന്ത്യൻ പ്ലേറ്റും ബർമീസ് പ്ലേറ്റും കൂടെ ഭൂഗർഭത്തിൽ ഇന്റർലോക്കായി കടൽ 7000 കിലോമീറ്റർ വേഗതയിൽ ഇരമ്പിയോടി ആ മണ്ണിനെ നക്കിത്തുടച്ചെങ്കിൽ ഗ്രഹാം സ്റ്റെയിൽസിന്റെയും മക്കളുടെയും മേൽ എണ്ണയൊഴിച്ച മണ്ണിനോട് ഈ പ്രകൃതിയെ കൊണ്ട് ദൈവം കണക്ക് ചോദിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നടപടി എടുക്കാതെ അടങ്ങിയിരിക്കുന്ന ഒരുവനല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവമെന്ന് അകത്ത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇടത്തും
ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട. വാ തുറന്ന് വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന ദൈവ സാധാരണക്കാരനല്ല, അവൻ വർത്തമാനകാലത്ത് വിധി പുറപ്പെടുവിക്കാൻ ശക്തനാ. ഗ്ലോറി ചിര ദൽഘടക നാദിക ജഗൽഘടക നബ്ദര ദിഗൽഘടക നാദികന യാരകനക. ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, നിന്റെ മേൽ ഈ അഭിഷേക തൈലം വീണിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ഏതൊക്കെ കൂട്ടുകെട്ടുകൾ ഉയർന്നാലും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ ദൈവം എഴുന്നേൽക്കും. കാരണം വാഗ്ദത്തം പുറകിലുണ്ട്. ആത്മ ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്ക് നടുവിൽ നടക്കുന്ന കർത്തൃദാസ, നിന്റെ പുറകിൽ വാഗ്ദത്തമുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുന്നു. വാതിലുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്, കതകുകൾ അവൻ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. ഞാൻ അവന് മുൻപായി ചെന്ന് രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കുകയും അവൻ ഇരുട്ടിന്റെ നിക്ഷേപങ്ങളും മറവിടങ്ങളുടെ ഗുപ്തനിധികളും നൽകും. ഞാൻ അവരുടെ മന്ത്രവാദികളുടെ ശകുനങ്ങളെ പോഷത്വമാക്കി അവരുടെ പ്രശ്നക്കാരെ അടക്കി എൻ്റെ ദാസന്റെ വചനം ഞാൻ നിവർത്തിക്കും. ഇന്ന് രാത്രി 150 വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ ദാസന്മാരുടെ നടുവിൽ ഉയർന്ന വാഗ്ദത്തം ബാബിലോൺ കൊട്ടാരത്തിൽ നിവർത്തിക്കപ്പെടാൻ സമയം അടുത്തപ്പോൾ എൻ്റെ ദൈവത്തിന്റെ കരം ആ ഘടികാരത്തിന് അനുകൂലമായി ചലിച്ചെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇന്ന് രാത്രി പ്രവചന ദൂതായി വിളിച്ചു പറയട്ടെ, ഏതൊക്കെ മേലെഴുത്തുകൾ നിനക്കെതിരെ തയ്യാറാക്കിയാലും പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ വിഷയം ദൈവകരങ്ങളിൽ കൈമാറ്. അവന്റെ കരത്തെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാനിന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഇവിടെ ഒഴുകുകയാ. ചില വ്യക്തികളുടെ കണ്ണുകളെ ദൈവാത്മാവ് രാത്രി തുറക്കുകയാ. ഇവിടെ ചില ചെവികളിൽ ഇന്ന് രാത്രി ദൈവശബ്ദം മുഴങ്ങുകയാ. ചില വാഗ്ദത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെ ആത്മാവിൽ ശാസിക്കാൻ ചില അധരങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് തീക്കട്ടയാക്കി മാറ്റുകയാ. കരിമരുന്നിൽ തീ തൊടുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ തീ ഇന്ന് രാത്രിയിൽ തൊടുന്ന രാത്രിയാ. നിന്റെ പുറകിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതിന്റെ കരം ശക്തമായി സമയത്ത് ചലിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവകരം ശക്തമായി ഉയരുകയാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അന്ന് രാത്രിയിൽ ഭരണം അസ്തമിച്ചു. അന്ന് രാത്രി ഭരണം അസ്തമിച്ചു. കാവൽ ഗോപുരങ്ങൾ മുകളിലുണ്ട്. എന്റെ പട്ടാളക്കാർ നിതാന്ത ജാഗ്രതയിലാണ്. പിത്തറവാതിലുകൾ ലോക്ക് ചെയ്താൽ അകത്തേക്ക് ഒരുത്തനും കടക്കാൻ പറ്റില്ല. പുറത്തേക്ക് വലിച്ചു വെക്കുന്ന ആ വലിയ കവാടത്തിന്റെ മുൻപിലെ പാലം അകത്തോട്ട് വലിച്ചാൽ പിന്നെ ആരും ഇതിനകത്ത് കയറില്ല. നിന്റെ വ്യാജമായ സംരക്ഷണമാ കേട്ടോ. എൻ്റെ ദൈവത്തിന്റെ കരം അനുകൂലമല്ലെങ്കിൽ എന്തെല്ലാം സാധ്യതകൾ കെട്ടിപ്പൊക്കിയാലും അത് വിജയിക്കില്ല കുഞ്ഞേ. എന്നാൽ ദൈവത്തിന്റെ കരം അനുകൂലമാണെങ്കിൽ ഒരു സാധ്യതയും ഇല്ലെങ്കിലും ആ കരം നിനക്ക് അനുകൂലമായിട്ട് ഉയരും. കാരണം ആ കരം സാധാരണ കരമല്ല. ആ കരം നിന്നെ മെനയുന്ന കയ്യാ. ആ കരം നിന്നെ അണയ്ക്കുന്ന കയ്യാ. ആ കൈ നിന്നെ പൊതിയുന്ന കയ്യാ. ആ കൈ നിന്നെ തുണയ്ക്കുന്ന കയ്യാ. ആ കൈ നിന്നെ അനുഗ്രഹിക്കുന്ന കയ്യാ. ഈ രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആ കരം ചലിച്ചാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിലെ വിധി ദൈവന്യായ വിധിയുടെ വിധി തീർപ്പായി ഉയരുകയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ വിധികൾ പോലെ എത്രയോ വിധികൾ എനിക്കും നിനക്കുമെതിരെ ഉയരുന്നു. എന്നാൽ ഏത് ന്യായവിധിയുടെ കയ്യെഴുത്തുകളെയും റദ്ദാക്കാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് കാൽവറി ക്രൂശിൽ വെളിപ്പെട്ട സ്തോത്രം മേലെഴുത്ത് നീക്കിയ രംഗമാണ്. ഇന്ന് രാത്രി ഇവിടുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ വാഗ്ദത്തത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന ചില മേലെഴുത്തുകൾ എനിക്ക് വേണ്ടി ന്യായവിധി വരുത്തി വെക്കാൻ വാദിക്കുമ്പോൾ അതിനെ റദ്ദാക്കാൻ കഴിവുള്ളൊരു മേലെഴുത്തുണ്ട്. ക്രൂശിൽ തറച്ച നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയെ കാൽവറിയിൽ പരസ്യ കാഴ്ചയാക്കിയ ആ ക്രൂശിലെ രക്തത്തിന്റെ വിടുതൽ തിരിച്ചറിയുന്ന ദൈവപൈതലേ, നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന ചില ന്യായവിധിയുടെ വിധി തീർപ്പുകൾ നിനക്ക് തല പൊക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ നിനക്കെതിരെ നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ ക്രൂശിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ക്രൂശിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാൽ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തെ അതിന്റെ ഉത്ഭവത്തിൽ തന്നെ മുറിച്ചു മാറ്റാൻ ആ കരം നിനക്ക്
നന്മയ്ക്ക് വേണ്ടി ചലിക്കുകയാണ്. അത് അസാധാരണമായ മേലെഴുത്താണ്. സ്തോത്രം. എന്റെ ന്യായവിധിയുടെ മേലെഴുത്തിനെ മുറിച്ചു മാറ്റിയ കാൽവറിയിലെ ബലിവേദി, അതാണ് പ്രശ്നത്തിന്റെ ഏക പരിഹാര രംഗം. സ്തോത്രം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തും മായിച്ച്, നടുവിൽ തറച്ച് ക്രൂശിൽ നീക്കിക്കളഞ്ഞു. അങ്ങനാണെങ്കിൽ എനിക്കെതിരെയുള്ള മേലെഴുത്തുകളെ മാറ്റാൻ കഴിവുള്ള ഒരു പരിഹാര മാർഗം അത് കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ്. ഇന്ന് രാത്രിയെ കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങൾ ഈ രാത്രിയെ ഉയർന്ന കരത്തോടെ ക്രൂശിലേക്ക് നോക്കി യേശുവിൻ്റെ രക്തം ജയമെന്ന് പറയാൻ വാ തുറക്കുമോ? ഇന്ന് രാത്രി ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. എന്താണ് ഈ മേലെഴുത്തെന്നറിയാമോ? വിരോധവും പ്രതികൂലവുമായ മേലെഴുത്തെന്താ? നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിനക്കെതിരെ വാദിച്ചു നിൽക്കുന്നുണ്ട്. എക്സ്റേ ബെഡിൽ കിടക്കുന്നവരുടെ ശരീരത്തെ തുളച്ചു കയറുന്ന ആ പ്രത്യേക റേസുകളെ കാണാൻ അവന്റെ കണ്ണുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ, ദൈവത്തിന് സ്തോത്രം, ഈ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോളിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റേസുകളെ കാണാൻ നിന്റെ കണ്ണിന് ശക്തിയില്ലാത്തതുപോലെ, നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചില മേലെഴുത്തുകൾ നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറും ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്തെ മുഴുവൻ തിരിച്ചു കറക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചതിന് തയ്യാറെടുപ്പ് യാഥാർത്ഥ്യമാണെങ്കിൽ, 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസരയുടെ ശക്തിയേക്കാൾ ഈന്തലിൻ്റെ ചുവട്ടിരുന്ന് കരഞ്ഞ ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിൻ്റെ കുതിരക്കാലുകളെ മുറിക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ ദൂതവ്യൂഹങ്ങൾ എഴുന്നേറ്റത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് രാത്രി ചെറുവക്കൽ ഗ്രൗണ്ടിലിരുന്ന് ഇടം വലം നോക്കാതെ നിങ്ങൾ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഇരുളിന്റെ ബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിച്ചുമാറ്റി നിന്റെ കുടുംബത്തിന്മേൽ സ്വാതന്ത്ര്യം പകരാൻ ക്രൂശിന്റെ ശക്തിക്ക് ഇന്ന് രാത്രി കഴിയുന്നുണ്ട്. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ കണ്ടു തുടങ്ങട്ടെ. ആ കരം നിനക്കായി ചലിക്കുന്ന രാത്രിയാ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് വിരോധവും പ്രതികൂലവുമായ മേലെഴുത്ത്? സ്തോത്രം. അത് കടച്ചീട്ടാണ്. എന്താ കടച്ചീട്ട്? ഇണബാധ്യത അനുഭവിക്കുന്നവനെ കടച്ചീട്ടിന്റെ വേദന അറിയൂ. വാങ്ങിച്ച തുകയുടെ മുഴുവൻ ചിത്രമെഴുതിയ രേഖയാ. എന്നാൽ പണവുമായി കൗണ്ടറിലേക്ക് ചെല്ലുമ്പോൾ ആ പണം കൈനീട്ടി ഉടമസ്ഥൻ വാങ്ങിച്ചിട്ട് ആ കടച്ചിട്ട് രണ്ടായി കീറി അതിന് നടുവിലൂടെ 2 വരയിട്ടതിന് ശേഷം നിവർത്തിയായി എന്ന് കുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇവന്റെ മേൽ എനിക്കൊരു അവകാശവും ഇല്ലെന്നുള്ള മേലെഴുത്താണ് അവിടെ വെളിപ്പെടുന്നതെങ്കിൽ, എൻ്റെ മേൽ ന്യായവിധിയുടെ ചില കൈയെഴുത്തുകൾ കിടക്കുമ്പോൾ അതിനെ നിവർത്തിയാക്കിയ ഒരേ ഒരു മേഖല അത് കാൽവറിയിൽ വെളിപ്പെട്ട ബലിപീഠമാണ്. ഇന്ന് രാത്രി ഇടം വല നോക്കാതെ ക്രൂശിനെ കരം നീട്ടിപ്പിടിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? നിന്റെ വിഷയത്തെ അഴിച്ചെടുക്കാൻ നാഥന്റെ കരം ചലിക്കുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പദംശനമേറ്റ യഹൂദൻ അവന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരവേ ഉയർന്നു നിൽക്കുന്ന പിച്ചള സർപ്പത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ ആ നോട്ടത്തിലൂടെ ദൈവശക്തി അവന്റെ സ്ഥിരങ്ങളിൽ വ്യാപരിച്ച് അവന്റെ രക്തധമനികളിൽ ഓടുന്ന പാമ്പിൻ വിഷം മാറി അവൻ കാലൂന്നി എഴുന്നേൽക്കുന്നത് സത്യമാണെങ്കിൽ, ചെറുവക്കൽ ന്യൂ ലൈഫ് ഗ്രൗണ്ടിൽ മുഴങ്ങുന്ന യേശുവിന്റെ ക്രൂശിന്റെ മഹത്വത്തിലേക്ക് ഒരാൾ ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കിയാൽ, നിന്റെ കുടുംബത്തിൽ വാദിച്ചു നിൽക്കുന്ന ചില ഇരുളിന്റെ അധികാരങ്ങളെ അഴിച്ചുമാറ്റി രോഗശാന്തി മാത്രമല്ല നിത്യജീവനും പകർന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ആ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ക്രൂശിൽ മാത്രം പതിഞ്ഞിരിക്കട്ടെ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ സർവാംഗവും ചുട്ടരിഞ്ഞ് ദാഹത്താൽ നാവുകൾ തളർന്ന് എൻ്റെ നാഥൻ ഗോൽഗോത്തയോടടുക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് ആത്മാവിൽ കണ്ടേ.
സ്തോത്രം, ഒരു വെളിപ്പാടകലെ 25 മീറ്റർ ഉയരത്തിൽ 2 കണ്ണുകൾക്ക് നടുവിൽ ഒരു മൂക്ക് പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് പോലെ കണ്ണിന്റെ സ്ഥാനത്ത് 2 ഗുഹകളും മൂക്കിന്റെ ഭാഗം പുറത്തേക്ക് തള്ളി കപാലാകൃതിയിൽ ഉയർന്നു നിൽക്കുന്ന കാൽവറി, ക്രാനിയോൻ, ഗോൽഗോഥ, അവിടേക്ക് എൻ്റെ നാഥൻ നടന്നടുക്കുകയാ. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന പച്ചമാംസം അടുത്ത അടിയിൽ കിറുകിറപ്പറിയുന്ന അടിയേറ്റ് തകർന്ന പുറത്തേക്ക് മരം വെച്ച് ഉരസി 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 വീണ്ടും എഴുന്നേറ്റും അവൻ ഗോൽഗോഥയിലെത്തിക്കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, പ്രിയരെ, ശ്രദ്ധിക്കണേ. പണി തീർന്ന ക്രൂശ് മലർത്തിയിട്ടിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് റോമൻ പടയാളികൾ ആ കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് ആണി സന്ധിബന്ധങ്ങളെ ഭേദിച്ച് അടിച്ചിറക്കുമ്പോ ആ വായ് മാത്രമേ സ്വാധീനമായിട്ടുള്ളൂ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ നാഥൻ പ്രാർത്ഥിക്കുക. ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു കയറിന്റെ സഹായത്തോടെ ആ ക്രൂശ് വലിച്ചങ്ങോട്ട് ഉയർത്തി ആ പാറയുടെ ഇടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്കുകൾ നിവർത്തിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിൽ ഗോൽഗോഥയിൽ എൻ്റെ നാഥൻ പിടഞ്ഞു മരിക്കാൻ തുടങ്ങുന്നത് ആത്മകണ്ണുകൾ കൊണ്ട് കൃപ പ്രാപിച്ച ദൈവമൈതൽ കാണുകയാണെങ്കിൽ നിന്റെ കണ്ണ് നനയാതിരിക്കില്ല, നിന്റെ ചങ്ക് പിടയാതിരിക്കില്ല, നിനക്ക് കൈകെട്ടിയിരിക്കാൻ പറ്റില്ല. ആ ക്രൂശിൽ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വ്യാപരിച്ച് നിന്റെ കുടുംബങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ ബന്ധനങ്ങളെ ഈ രാത്രി അഴിച്ചു മാറ്റാൻ ആ കരത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ കണ്ണുകളെ ഗോൽഗോഥയിലേക്കൊന്ന് ഉയരട്ടെ. സാധാരണഗതിയിൽ ജന്മം തന്ന അമ്മയ്ക്ക് ജന്മം കൊടുത്തതിനോടുള്ള ബന്ധത്തിലെ ഒരപകടാവസ്ഥയിൽ മരിച്ച വാർത്ത ഒരു മകൻ അറിഞ്ഞാൽ പുണ്ണിൽ അമ്പ് കയറിയത് വേദന പോലെ അറിയാതവൻ അലറിക്കരയും. കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന കൊറിയയിലെ കാലഘട്ടം, മഞ്ഞ് പെയ്യുകയാണ്, അസ്ഥി കോച്ചുന്ന തണുപ്പാണ്. അപ്പോൾ ഒരു USA വനിത അവിടെ നവജാത ശിശുവിനെ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് ഒരു വീടിന്റെ ഓരത്തോട്ട് കയറി നിന്നു. ആ വീട്ടുകാരി ഇറങ്ങി വന്ന് പറഞ്ഞു, പോ, എന്തിനാ കയറി നിൽക്കുന്നേ, കണ്ടതിനെല്ലാം കയറി ചേരാനുള്ളതല്ല, ഇവിടെ ഇറങ്ങിപ്പോ. ആട്ടി ഇറങ്ങി. അവൾ തൊട്ടടുത്ത വീടിന്റെ ഓരത്തോട്ട് കയറിയിരുന്നപ്പോ അവിടെയും അത് തന്നെ ആവർത്തിച്ചു. വലിയ വായിൽ കരഞ്ഞുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞിനെ മാറോട് കെട്ടിപ്പിടിച്ച് കൊടും ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ നടുറോടെ നടക്കുമ്പോ ഒരാൾ പറഞ്ഞു, ദേ ആ കാണുന്ന പാലത്തിന്റെ അങ്ങേക്കരയിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു മിഷണറിയുടെ വീടാണ്, അവിടെ എത്തിയാൽ നിനക്കും നിന്റെ കുഞ്ഞിനും സുരക്ഷിതത്വം കിട്ടും. അവൾ വേഗം നടന്നു. പക്ഷേ പാലത്തിന്റെ അടുക്കിലെത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി അസ്ഥി കോച്ചുകയാണ്, മാംസം മരവിക്കുകയാണ്, 2 ചുവടൂടെ വെക്കാൻ ഇനി ആരോഗ്യമില്ല. അവൾ വേഗം പാലത്തിനടിയിലേക്ക് ഇറങ്ങി. ആ അടിയിലെ കല്ലിലോട്ടിരുന്നിട്ട് അവളുടെ കുഞ്ഞിനെ മടിയിലോട്ട് വെച്ചിട്ട് അവളുടെ ദേഹം കൊണ്ടും വസ്ത്രം കൊണ്ടും 2 കൈ കൊണ്ടും കുഞ്ഞിനെ പൂർണ്ണമായും കെട്ടിപ്പിടിച്ച് ചൂട് കൊടുത്തുകൊണ്ട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവൾ മരവിച്ചു മരിച്ചുപോയി. രാവിലെ സമയം പ്രഭാതയാത്രയ്ക്ക് ഇറങ്ങിയ മിഷനറി ഒരു കുഞ്ഞിൻ്റെ ദയനീയമായ കരച്ചിൽ കണ്ട് ചെവിയോർത്തിറങ്ങി വന്നപ്പോൾ ആ ഹൃദയഭേദകമായ കാഴ്ച കണ്ടു. ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞ് ജീവന് വേണ്ടി പിടയുന്നു. ആ അമ്മ മരവിച്ച് മരിച്ചിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് ആ ഡെഡ് ബോഡിയുടെ മടിയിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് ഓർഫനേജിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ഈ അമ്മയെ ക്രൈസ്തവ ആചാരപ്രകാരം ശവമടക്കി. ഈ മകൻ്റെ 10ാമത്തെ വർഷം, അവിടെ എത്തിയതിൻ്റെ 10ാം വർഷം, മുറിയിലേക്ക് ചെന്ന മിഷണറി തോളിൽ കൈയിട്ട് കുറിച്ച്, മോനെ, നീ ഇവിടെ വന്ന കാര്യം നിനക്കറിയാമോ എങ്ങനെയാണെന്ന്? ദേ ആ കാണുന്ന പാലത്തിൻ്റെ അടിയിൽ ഒരു കല്ല് കണ്ടോ? ആ കല്ലിൽ ഇരുന്ന നിന്റെ അമ്മ നിന്നെ കെട്ടിപ്പിടിച്ചു മരവിച്ചു മരിച്ച ആ ശവത്തിൻ്റെ മടിയിൽ നിന്നാണ് എനിക്ക് നിന്നെ കിട്ടിയത്. ഇടനെഞ്ചു പൊട്ടി അലറുന്നത് പോലെ അവൻ അലറി. അവന് സഹിക്കാൻ വയ്യ. ഒത്തിരി ആശ്വസിപ്പിച്ചിട്ട് പോയി. രാവിലെ വന്ന് റൂമിൽ നോക്കിയപ്പോൾ അവൻ റൂമിലില്ല.
മഞ്ഞിൽ പുതഞ്ഞു കിടന്ന പാദങ്ങളെ പിൻപറ്റി മിഷണറി ചെന്നപ്പോൾ ആ കാഴ്ച കണ്ടു. ആ പാലത്തിനടിയിലെ കല്ലിലോട്ട് കവിണ് വീണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്കൊരു നോക്ക് പോലും ഒന്ന് കാണാൻ അവസരമുണ്ടാകാതെ എനിക്ക് ജന്മം തന്ന് എന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി കെട്ടിപ്പിടിച്ച് മരവിച്ച് മരിച്ച എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അലറി കരയുകയാണ്. ഇവനെ പുറകിൽ കൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് ആ ദൈവദാസൻ പറഞ്ഞു, മോനെ, ഈ ഭൂമിയിലെ ആയുസ് ഉണ്ടെങ്കിൽ ഒരു 30-40 വർഷം നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റിയെന്ന് വരും. എന്നാൽ മരണം കൊണ്ടത് അവസാനിക്കും. എന്നാൽ കല്ലറയ്ക്കപ്പുറം വരെ നിന്നെ കരുതാൻ കഴിവുള്ള പെറ്റ തള്ളയേക്കാൾ ഉറ്റ സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ അത് ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹമാണ്. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ കാൽവറിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്നൊന്ന് വിളിക്കാൻ എത്ര നാവുകൾ ചലിക്കും? നിന്റെ കുടുംബത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ന്യായവിധിയുടെ വിധിയെഴുത്തുകളെ ഇന്ന് രാത്രി മാറ്റാൻ ദൈവശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന കുഞ്ഞെ. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന രാത്രിയാകട്ടെ. നിരാശയിൽ മനസ്സ് പുലമ്പുമ്പോൾ ജീവിതത്തിൽ ആത്മഹത്യയുടെ വാക്കുകൾ പറയുന്ന എൻ്റെ കൂടപ്പിറപ്പേ, നിന്നെക്കുറിച്ച് ആർക്കുള്ളതിനേക്കാൾ മഹത്തായൊരു പദ്ധതി ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിനുണ്ട്. എൻ്റെ പിൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ കർത്തൃദാസന്മാരും എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ കുറിക്കുന്ന രാത്രിയായി രാത്രി. ഇവിടെ മാത്രമല്ല, ഈ ഗ്രൗണ്ടിന് പുറത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ ഇവിടെ ചില വ്യക്തികളോട് ഇടപെടുന്ന രാത്രിയാ. എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് പറയുന്നു, ആത്മഹത്യക്ക് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തതിന് ശേഷം യോഗത്തിൽ വന്നിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന് ആത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, നിന്റെ ജന്മം ശപിക്കേണ്ട ജന്മമല്ല. നിന്റെ അമ്മയുടെ ഉദരത്തിന്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി നീ പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നിന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ട സകല അവയവങ്ങളും എൻ്റെ ദൈവത്തിന്റെ കരവിരുത് മെനഞ്ഞു വെച്ചതാ. കേട്ടോ, മറക്കരുത്, നീ അനാഥമായി ജനിച്ചതല്ല. നിന്റെ ശരീരത്തെ ജീൻ ദൈവം ഡിസൈൻ ചെയ്തതാ. ഈ ഭൂമിയിലേക്ക് നിനക്ക് ജന്മം തരാൻ ദൈവമാണ് അനുവദിച്ചത്. ഒരിക്കൽ മാത്രമേ നീ ഭൂമി വഴി കടന്നു പോകുകയുള്ളൂ. 2 മദർ തെരേസമാർ ഇല്ല, 2 ഗാന്ധിജിമാരില്ല, അതുപോലെ തന്നെ നിന്നെ പോലെ രണ്ടാമതൊരാളില്ല. നിന്നെ കുറിച്ച് ചെയ്തു തീർക്കേണ്ട ദൗത്യം ചെയ്തു തീർക്കാതെ, നിന്റെ ജീവന്റെ കണ്ണടയാൻ അനുവദിക്കാതെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രിയിൽ നിന്നെ പൊതിയുന്ന രാത്രിയാ. നിനക്ക് വേണ്ടി പ്രകൃതിയാതീതമായ ചിലത് ഈ രാത്രി യോഗം അവസാനിക്കും മുൻപ് ചെയ്യാൻ എൻ്റെ യേശുവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാ. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്തുള്ള പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ വിട്ട് കൈമാറ്റം ചെയ്തതുപോലെ നിനക്കറിയാൻ കഴിയാത്ത ചില വ്യക്തികൾക്ക് നിന്റെ അഡ്രസ് കൈമാറിക്കൊണ്ട് നിന്റെ ഭാവിയെ പണതെടുക്കാൻ കഴിവുള്ള മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്റെ ജീവന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തത്തിന്റെ ശക്തി നിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഒഴുകിയിറങ്ങുമ്പോൾ ഇടം വലം നോക്കാതെ ഇരിക്കുന്ന ഇരിപ്പിൽ 2 കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വിളിക്കാൻ കഴിയുമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇടം വലം നോക്കാതെ വായ് തുറന്ന് നിങ്ങളുടെ 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി വായ് തുറന്ന് വിളിക്കാൻ കഴിയുമോ? യേശുവേ എന്ന്. ഓ ദൈവത്തിന് സ്തോത്രം. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തി പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുനിണമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച് ജീവനെ പിതൃകരങ്ങളിൽ ഏൽപ്പിച്ച മഹാദൈവത്തിന്റെ ഓമനപുത്രന്റെ കരം ഇന്ന് രാത്രി രക്തത്തിന്റെ ശക്തിയോടെ നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തെ, നിന്റെ ഭവനത്തിൽ ഉയർന്നിൽക്കുന്ന ന്യായവിധിയുടെ കൈയെഴുത്തുകളെ, നിന്റെ കുടുംബത്തിന്മേൽ വാദിച്ചു നിൽക്കുന്ന ശാപത്തിന്റെ ശക്തികളെ അടിത്തറയോടെ ഇളക്കി മാറ്റാൻ ആ കരം ഈ രാത്രി ബലത്തോടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റാട്ടെ. യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി വിളിക്കാൻ എത്ര പേരുടെ വായിന്ന് രാത്രി ഇവിടെ ചലിക്കും? കരം ഉയരട്ടെ. യേശുവേ എന്നിന്ന് രാത്രി ഒന്ന് ശബ്ദം ഉയർത്തി വിളിക്കാൻ. ഇടം വലം നിൽക്കുന്നവരെ മറക്കുക, മുൻപിനും പുറകിലും നിൽക്കുന്നവരെ മറക്കുക.
കിടക്കുക. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. നിന്റെ വിഷയത്തിന്മേൽ ദൈവിക അധികാരം ചലിക്കുന്ന രാത്രിയാണ്. ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ ഈ രാത്രി വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ ഈ രാത്രി എത്ര പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ ചലിക്കും. കുഞ്ഞേ, എൻ്റെ സഹോദര, ഈ രാത്രി നിനക്കറിയാൻ കഴിയാത്തത് ചിലത് നിന്റെ ഭവനത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ എരിഹോ പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവന് അടിസ്ഥാനമിടുമ്പോൾ മൂത്തവനും ഇതിനെ പടിവാതിൽ തൊടുക്കുമ്പോൾ ഇളയവനും നഷ്ടമാകുമെന്നുള്ള ദുരന്ത ശബ്ദം ഒരു ദൈവദാസന്റെ വായിൽ നിന്ന് ഉയർന്നതാ. വർഷം 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ബെഥേല്യനായ എരിഹോ പണിതപ്പോൾ അടിസ്ഥാനമിട്ടപ്പോൾ മൂത്തമകനും പടിവാതിൽ തൊടുത്തപ്പോൾ ഇളയവനും നഷ്ടമാകത്തക്ക വിധം ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് ഒരു ന്യായവിധിയുടെ ശബ്ദം നിലകൊള്ളുകയാ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ തറവാടിനെ കേന്ദ്രീകരിച്ച്, നിന്റെ ജന്മം കൊടുത്ത തലമുറകളെ കേന്ദ്രീകരിച്ച്, നിന്റെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് ഉയരുന്ന ഏത് ന്യായവിധിയുടെ ശബ്ദത്തെയും ഇന്ന് രാത്രി റദ്ദാക്കാൻ കഴിവുള്ളൊരു ശക്തി കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാ. ആ ഉയർന്നു നിൽക്കുന്ന കരങ്ങളോടെ ശബ്ദമുയർത്തി വാ തുറന്ന് ലജ്ജ കൂടാതെ യേശുവേ എന്നൊന്ന് പറയാൻ കഴിയുമോ? ഗ്ലോറി! ശബ്ദമുയരട്ടെ. ഗ്ലോറി! രക്തത്താൽ ചെയ്യും. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പറയുന്നു, ഈ ഗ്രൗണ്ടിൽ ഈ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവിക വിടുതലുകൾ നിങ്ങൾക്കായി ചലിക്കുന്ന രാത്രിയാണ്. ചെങ്കടൽ പിളർക്കാൻ മോശ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വടിയുടെ പുറകിൽ ദൈവിക അധികാരം ഉയർന്നെങ്കിൽ, പർവ്വതത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന കരത്തിൽ, മോശയുടെ കരത്തിൽ നിന്ന് വ്യാപരിച്ച ദൈവശക്തി പാളയത്തിൽ വിടുതലായി പരിണമിച്ചെങ്കിൽ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യലോൻ താഴ്വരയിലും നിൽക്ക എന്ന യോശുവയുടെ വാക്കുകൾ ദൈവിക വിടുതലായി വ്യാപരിച്ചെങ്കിൽ, ലാസറേ പുറത്തു വരിക എന്ന വാക്കുകൾ കല്ലറയ്ക്കകത്തേക്ക് ദൈവിക ജീവനായി ഇറങ്ങിച്ചെന്നെങ്കിൽ, സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കരുന്ന മുണ്ടൻ തന്നെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സിരകളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി യേശുവിനോട് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തെ തൊടാൻ അവന്റെ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്ന ന്യായവിധിയുടെ ചുവരെഴുത്തുകളെ റദ്ദാക്കാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഈ രാത്രി ക്രൂശിൽ വ്യാപരിക്കുന്നത്. നിന്റെ മേലെഴുത്തുകളെ ഒഴിവാക്കാൻ യേശുവിന്റെ രക്തത്തിന് ഈ രാത്രി കഴിയും. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ക്രൂശ് ബറബാസിന് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് രംഗം. വിധി കഴിഞ്ഞ ബറബാസ് ഈ കാര്യം അറിയുമ്പോൾ ഓടി ഗോൽഗോത്തയിലേക്ക്. പടയാളികളെ ഭയപ്പെടാതെ ക്രൂശിക്കപ്പെട്ട ദൈവപുത്രന്റെ ആ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഖത്തോട്ട് ചൂണ്ടി പറഞ്ഞെന്നാ പറയുന്നേ, ഞാനാണ് മരണയോഗ്യൻ, എനിക്ക് പകരം നീ മരിച്ചു. ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു പാട്ടിന്റെ ചരണങ്ങളൊന്ന് ശബ്ദം ഉയർത്തി പാടാം. ധ്യാനപീഠമതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നീ കാണുക, കാൽവറി മലമേൽ നോക്ക് നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, രക്ഷിതാവിനെ കാണുക പാവി. ആ കരം എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ എന്ന ആശ്രയത്തിന്റെ ശബ്ദം ഉയരുമ്പോൾ ഈ ഗായക സംഘത്തോട് ചേർന്ന് ആ രണ്ട് ചരണം നമുക്കൊന്ന് ചേർന്ന് പാടാം. ശബ്ദമുയർത്തി
പാൽക്കരം ചേർന്നിതാ ഒടുവിലായി ദൈവാത്മാവിന്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നു, എന്റെ മേലുള്ള ന്യായവിധിയുടെ ചില മേലെഴുത്തുകളെ അഴിച്ചു മാറ്റി ക്രൂശിലെ രക്തത്തിന്റെ വിടുതലിനാൽ എനിക്ക് ജീവൻ പ്രാപിക്കണം. ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ അടുത്തു വരുന്നു. എനിക്ക് രാത്രിയിൽ പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണമെന്ന് കൊതിക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആ ഉയർന്ന കരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കൊതിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി വരെ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, വിതുമ്പുന്ന അധരങ്ങളോടെ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കുക. യേശു മാത്രമാണ് ഏത് പ്രശ്നത്തിനും ഏക പരിഹാരം. പരിശുദ്ധ ദൈവമേ, ഈ ഉയർന്ന കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു. ഈ കരങ്ങളുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നിയമരക്തത്താൽ അഴിയട്ടെ. ക്രൂശിൽ ചൊരിഞ്ഞ നിത്യ നിയമത്തിന്റെ രക്തത്താൽ ഈ കരങ്ങളെ ഞങ്ങൾ പ്രാർത്ഥനയിൽ മുദ്ര വയ്ക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ബെൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെട്ട ദൈവകോടതിയുടെ വിധി തീർപ്പിനെ മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിഞ്ഞിരുന്നില്ല. അഡ്വക്കേറ്റ് വാദിച്ചാൽ വാരി വലിച്ചു വാദിക്കും. കോടതിയിൽ ജഡ്ജി വിധി പറഞ്ഞാൽ 4 വാക്കിൽ വിധി പറയും. സ്വർഗത്തിന്റെ വിധിയാണ് ആ ചുവരിൽ വെളിപ്പെട്ടത്. എന്നാൽ എന്റെ മേലുണ്ടായിരുന്ന ദൈവവിധിയെ മാറ്റിയതാണ് കാൽവറിയിലെ ക്രൂശ്. അതാണ് ഈ രാത്രി ഞാൻ അനുഭവിക്കുന്ന ആത്മരക്ഷ. ഈ വിലപ്പെട്ട സന്ദർഭത്തിൽ തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട്, വിശേഷാൽ ഞാൻ ജ്യേഷ്ഠ സഹോദരത്തിനെ സ്നേഹിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ ജോൺസൺ ഡാനിയേൽ, അനുഗ്രഹീതരായ ഇവിടെയുള്ള സഹപ്രവർത്തകർ, പ്രിയപ്പെട്ടവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏത് പ്രശ്നത്തിനും ഏക ഉത്തരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസനിലൂടെ നമ്മളെ കേൾപ്പിച്ചതിനായി കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് രാത്രി ഐശ്വര്യമായി നമ്മളെ അനുഗ്രഹിച്ചല്ലോ. കേൾക്കപ്പെട്ട ആലോചനകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം കൃപ നൽകേണ്ടതിന് സൂക്ഷിച്ച കർത്തദാസനെ ആമേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ കൊട്ടാരക്കര സോണലിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സീനിയർ മിനിസ്റ്റർ ആയിരിക്കുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ ബെഞ്ചമിൻ വർഗീസ് അവറുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മഹായോഗം അവസാനിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നായിരിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ രാത്രികാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് നിൻ്റെ വചനം ശ്രദ്ധിക്കുവാനുള്ള അവസരം നൽകിയതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുവാൻ തക്കവണ്ണം നിൻ്റെ ദാസൻ മുഖാന്തരം ഇടയാക്കിയതോർത്ത് നന്ദിയോട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കൊരു ദൈവം എന്നും ജീവിച്ചിരിക്കുന്നു എന്നോർത്ത്, ഞങ്ങളുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനെന്നോർത്ത് അങ്ങയെ സ്തുതിപ്പാൻ ഒരവസരം കൂടെ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുവാൻ അവസരം ലഭിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. നീ അവരെ സഹായിക്കുകയും നിലനിർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നിൻ്റെ വചനം സംസാരിച്ച് നിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ നിൻ്റെ ദാസീദാസന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നിൻ്റെ ദാസന്മാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ അയക്കണമേ, സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും
നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെ വരും ദിവസങ്ങളിൽ നടക്കേണ്ട കൂടിവരവുകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.